പാലക്കാട് ലഹരിവേട്ടയിൽ പ്രധാന പ്രതി പോലീസിന്റെ പിടിയിൽ. മണ്ണാർക്കാട് സ്വദേശി അബ്ദുൽ സലീമാണ് പിടിയിലായത്. 1.5 കോടിയുടെ ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായ കേസിലാണ് സലീമും അറസ്റ്റിലായത്. ഇന്നലെ പാലക്കാട് ഒലവക്കോട് വെച്ച് MDMA, കൊക്കൈൻ, സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് എന്നീ ലഹരി വസ്തുക്കളുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിലായ കേസിലാണ് മുഖ്യപ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് സ്വദേശി അബ്ദുൽ സലീമാണ് പിടിയിലായത്. പ്രതിയുടെ BMW കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ പേരിൽ നേരത്തെയും സമാന കേസുകളുണ്ടെന്നും ബംഗളൂരുവിൽ നിന്ന് BMW കാറിൽ ലഹരി വസ്തുക്കൾ കോയമ്പത്തൂർ എത്തിച്ച് കാരിയേഴ്സ് മുഖാന്തരം അതിർത്തി കടത്തി മലപ്പുറത്തെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഉദ്ദേശമെന്നും പോലീസ് പറഞ്ഞു. 1.5 കോടിയോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ നമ്മൾ കണ്ടെടുത്തു. ഈ പ്രതികളെ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്ത സമയത്ത് ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടി. വിവിധ ജില്ലകളിലായിട്ട് മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളാണിവർ. ഇന്നലെ പിടിയിലായ കോട്ടയം സ്വദേശി മുഹമ്മദ് നിസിഹ് ബിടെക് ബിരുദധാരിയാണെന്നും ഇയാളുടെ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ച് മൊബൈൽ ഫോണുകൾ ഫ്ലൈറ്റ് മോഡിലിട്ടാണ് പ്രതികൾ ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി അബ്ദുൾ റഷീദ് വ്യക്തമാക്കി. സലീം എന്ന ആളുടെ ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ ഫർദറായിട്ട് സബ്സിക്വൻ്റായിട്ട് നമ്മൾ BMW കാർ ഉൾപ്പെടെ അയാളെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രാവിലെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരിയുമായി എത്തിയ വാഹനത്തിലെ ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി ഷമീർ അഹമ്മദിനും ലഹരിക്കടത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1.5 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവുമായെത്തി പിടിയിലായ പ്രതിയിൽ നിന്നാണ് പോലീസിന് സംസ്ഥാനത്തേക്ക് വൻ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടെന്ന നിർണായക വിവരം ലഭിച്ചത്. ജനം, പാലക്കാട്.